ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്ലോസറ്റ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പല മോഡൽ ക്ലോസറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി എന്ന രീതിയിൽ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലാണ് സേഫ്റ്റി എന്ന രീതിയിൽ നമുക്ക് ഏറ്റവും നല്ലത് ഫ്ലോർ മൗണ്ടർ, ഭിത്തിയിലല്ല താഴെ ഫ്ലോറിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റുകളാണ് ഏറ്റവും നല്ലത്. വേറൊന്നും കൊണ്ടല്ല, അത്യാവശ്യം വെയിറ്റുള്ള ആളുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റാത്ത സ്റ്റേജാണ്. ഇതാകുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ഏറ്റവും താഴെ ബേസ്മെൻറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. എത്ര വെയിറ്റ് കൂടി ആളിരുന്നാലും വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, ഈ ക്ലോസറ്റിന് അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അത്യാവശ്യം നല്ല ലോവിൽ ഒറ്റ ഇരിപ്പായിരിക്കും, ക്ലിയർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ് കാര്യങ്ങളോ വിഷയങ്ങൾ വരുന്നില്ല. ക്ലീനിങ് ആണെങ്കിലും ബാക്ക് സൈഡ് നമുക്ക് കണ്ടോ, ആ ബാക്ക് സൈഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് സിമ്പിളായിട്ട് ബ്രഷോ കാര്യങ്ങളോ ഉപയോഗിച്ച് നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് 30 mm ആണ് ഭിത്തിയിൽ നിന്നും നമുക്ക് ഈ പറയുന്ന ക്ലോസറ്റിൻ്റെ ഔട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജ്, അതായത് ഫിനിഷിംഗ് സ്റ്റേജാണ് 30 mm, അതായത് നമ്മുടെ 4 ഇഞ്ച് പൈപ്പ് അതിൻ്റെ സെൻറ്റർ കൊടുക്കേണ്ടത്, ഔട്ടിൻ്റെ വേസ്റ്റ് ലൈൻ്റെ കൊടുക്കേണ്ടത് ഔട്ട് വരുന്നത് 30 mm, അതായത് 30 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സെൻറ്റർ വരേണ്ടത്, ഭിത്തിയിൽ നിന്നും പൈപ്പിൻ്റെ സെൻറ്റർ വരേണ്ടത്. അപ്പോൾ നമ്മൾ ക്ലിയറായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ടൈൽ ഒട്ടിക്കുന്നതിന് മുന്നാണെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്റർ ആയെങ്കിലും 3 സെൻറ്റിമീറ്റർ ആയെങ്കിലും കൂട്ടി നമുക്ക് ക്ലിയർ ചെയ്ത് തരണം. അപ്പോൾ ഒരു 30 സെൻറ്റിമീറ്റർ എന്ന് ഉദ്ദേശിച്ചാൽ 33 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 330 സെൻറ്റിമീറ്റർ 300 mm 30 mm നമ്മൾ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ടൈലിനോട് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ആ റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജാഗൂറിൻ്റെ തന്നെയാണ് കമ്പനി വരുന്നത്. അപ്പോൾ അതിന് MRP കാര്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇത്ര റേറ്റ് വരുന്നുണ്ടെങ്കിൽ MRPയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ഡിസ്കൗണ്ട് കാര്യങ്ങൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് കാര്യങ്ങളുള്ളത് കൊണ്ട് ഫ്ലോർ മൗണ്ടറാണ് ഏറ്റവും നല്ലത്. സേഫ്റ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഒരു മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഒരു വിഷയം വരുന്നതെന്നുള്ളൂ. ബാക്ക് സൈഡ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഓക്കെ ആയിട്ട് ചെയ്യാനും സാധിക്കും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഈ കണ്ട പോലെ തന്നെ നമുക്ക് ഈ വാഷ് ബേസിൻ ഈ ക്ലോസറ്റിൻ്റെ സൈഡ് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും അടിവശം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് ഭയങ്കര സ്മെല്ല് കാര്യങ്ങൾ മിക്ക ബാത്റൂമുകൾ വരുന്നതിൻ്റെ ഒരേ ഒരു കാരണം ഈ ക്ലോസറ്റ് ഉറപ്പിക്കുന്നതിൻ്റെ സൈഡ് കണ്ടോ, ആ സൈഡിൽ നമ്മൾ അത്യാവശ്യം പുട്ടിയോ സിലിക്കോണിൽ നല്ലത് പുട്ടിയാണ് ഇട്ട് ക്ലിയർ ചെയ്യേണ്ടത്. അതായത് ടൈൽ ഫില്ലർ ഇട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈൽ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന അപ്പോക്സി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അല്ലാതെ ടൈൽ ഫില്ലർ യൂസ് ചെയ്താൽ മതി. നല്ല ഹാർഡായിട്ട് വർഷങ്ങളുള്ളൊരു കേടുമില്ലാതെ ക്ലിയർ ചെയ്ത് കിടക്കും. അത് ഏത് കളറാണോ ബാത്റൂം ഉപയോഗിച്ചിരിക്കുന്ന ആ കളറിൽ തന്നെ ടൈൽ ഫില്ലർ യൂസ് ചെയ്യണമെങ്കിൽ നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സ്മെല്ല് കാര്യങ്ങൾ പൈപ്പിലൂടെ നമ്മൾ കറക്റ്റായിട്ട് ക്ലോസറ്റ് കാര്യങ്ങൾ ഉറപ്പിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ അല്ലെങ്കിൽ ചെറിയൊരു ഹോളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ, ഗ്യാപ്പോ വന്നു കഴിഞ്ഞാൽ അതിലൂടെ മൊത്തം സ്മെല്ല് ഈ ബാത്റൂം മൊത്തം പരക്കും. അങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ലെവലിൽ സൈഡുകൾ മൊത്തം പുട്ടിയിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ക്ലോസറ്റ് ഫ്ലോറ് നന്നായി സ്ട്രോങ് ആയിട്ട് ഉറച്ചിരിക്കുകയും ചെയ്യും. ഒരു തുള്ളി സ്മെല്ല് പോലും നമുക്ക് കുഴിയിൽ നിന്നുള്ള സ്മെല്ല്, ബാത്റൂമിൻ്റെ ബാഡ് സ്മെല്ല് ഒരിക്കലും ബാത്റൂമിൻ്റെ അകത്തേക്ക് വരില്ല. അത് ഉറപ്പിക്കാത്തതാണ് ഒരു മിക്ക ബാത്റൂമുകളിൽ സ്മെല്ല് ഓവറായിട്ട് വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുകൂടാതെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്താലേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.